വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ശ്രീ ബെനാസിർ ഖാലിദ്. അപ്പൊ നമ്മള് ഇന്ന് എക്സാം ബേസ്ഡ് ടോപ്പിക് ആണ് കവർ ചെയ്യാൻ പോകുന്നത് ഗവർണർ ജനറൽമാർ. ഇപ്പൊ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്ന എന്തിനാണ്? കച്ചവടത്തിനാണ്. അപ്പൊ കച്ചവടത്തിന് വന്ന ഇവർ പതുക്കെ ഇന്ത്യയുടെ ഭരണം കയ്യിലെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇന്ത്യയുടെ ഭരണം കയ്യിലടക്കിയപ്പോ ഇത് ചെയ്തു, ഈ ഭരണത്തിന് ഒരു തലവൻ, ഭരിക്കുന്നതിന് ഒരു തലവനെ ഉണ്ടാവാൻ അല്ലെ, ആ തലവനെ ഗവർണർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഭരിച്ച ആ ഭരണ തലവനെ ഗവർണർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഗവർണർ പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറി. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുകയും പിന്നീട് ഇന്ത്യ മൊത്തമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. പിന്നീട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അതായത് ഈ ബ്രിട്ടീഷ് രാജ്ഞി പിന്നീട് ഈ ഇവരുടെ ഭരണം, ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം മതിയാക്കാൻ പറയുകയും ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരണം ആരംഭിക്കുകയും ചെയ്ത സമയത്ത് ഗവർണർ ജനറൽമാർ എന്തായി മാറി? വൈസ്രോയ് എന്ന സ്ഥാനപ്പേരിലേക്ക് മാറുകയും ചെയ്തു. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് വൈസ്രോയ് തിരിച്ച് പിന്നെയും ഗവർണർ ജനറൽ പേരിലേക്ക് മാറുകയും ചെയ്തു. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഗവർണർ ജനറൽമാരെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പേരെന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് റോബർട്ട് ക്ലൈവിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരാന്ന് വെച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. ഇനി അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ് ആണ്. അപ്പൊ മനസ്സിലാക്കിയ രണ്ട് പോയിന്റ് ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ റോബർട്ട് ക്ലൈവ്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഈ റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും തമ്മിൽ യുദ്ധം നടക്കും. ആ യുദ്ധത്തിന്റെ പേരാണ് പ്ലാസി യുദ്ധം. റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും തമ്മിലുള്ള യുദ്ധമാണ് പ്ലാസി യുദ്ധം. അത് ഏത് വർഷമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക? 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പൊ സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. ഏത് വർഷം? 1757 ജൂൺ 23. കിട്ടിയോ? അടുത്തത്, ഈ റോബർട്ട് ക്ലൈവ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അലഹബാദ് പാക്ട് ഒപ്പുവെച്ച്. അലഹബാദ് പാക്ടിൽ ഒപ്പുവെച്ചത് ആരാണെന്ന് വെച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ്. അപ്പൊ അലഹബാദ് പാക്ട് ബന്ധപ്പെട്ട ഗവർണർ ജനറൽ ഏതാണെന്ന് വെച്ചാൽ റോബർട്ട് ക്ലൈവ് ആണ് മനസ്സിലാക്കുക. അടുത്തത്, രണ്ടാം കർണാടിക് യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? രണ്ടാം കർണാടിക് യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഗവർണർ ആരാണെന്ന് വെച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കി നമ്മള്? ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആണ് റോബർട്ട് ക്ലൈവ് അല്ലെ. അതുപോലെ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്ന വിശേഷണം ആർക്കാണുള്ളത്? റോബർട്ട് ക്ലൈവിനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ, അതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ് ആണ്. ഇനി അദ്ദേഹം സിറാജുദ്ദൗളയുമായി യുദ്ധം നടത്തിയാണ് പ്ലാസി യുദ്ധം. ആ പ്ലാസി യുദ്ധത്തിന്റെ വർഷം ഏത് പഠിച്ചു? 1757 ജൂൺ 23. അടുത്ത് മനസ്സിലാക്കേണ്ടത് അലഹബാദ് പാക്ട് അല്ലെ. അലഹബാദ് പാക്ട് ആരുമായി ബന്ധപ്പെട്ടതാണ്? റോബർട്ട് ക്ലൈവ് ബന്ധപ്പെട്ടതാണ് അലഹബാദ് പാക്ട്. ഒക്കെ പറഞ്ഞേ. ഇപ്പൊ റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെടുന്ന ആരാണ്? റോബർട്ട് ക്ലൈവ്. ഒക്കെ പറഞ്ഞേ, ബ്രിട്ടീഷിന്റെ ബാബറാണ് റോബർട്ട് ക്ലൈവ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ റോബർട്ട് ക്ലൈവ്. രണ്ട് സവിശേഷതകളും നമ്മൾ ഓർത്തു വെച്ചേക്കേണ്ടതാണ്. അടുത്ത മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് റോബർട്ട് ക്ലൈവ് സിറാജുദ്ദൗളയുമായി നടന്ന പ്ലാസി യുദ്ധം. അത് ഏത് വർഷം എന്ന് കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഏതാണ്? 1757 ജൂൺ 23. അടുത്ത മനസ്സിലാക്കേണ്ടത് അലഹബാദ് പാക്ടുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇനി രണ്ടാം കർണാടിക് യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് ഗവർണർ ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇനി റോബർട്ട് ക്ലൈവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന മറ്റൊരു സവിശേഷത, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റ് ആണ് അദ്ദേഹത്തെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവെന്ന് വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റ്. ഇനി അദ്ദേഹം ബന്ധപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി, എന്താണ്? പ്ലാസി യുദ്ധത്തിലൊക്കെ അദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നു മനസ്സിലാക്കി അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ദ്വിഭരണം, ബംഗാൾ ദ്വിഭരണം നടപ്പിലാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ്. ബംഗാൾ ദ്വിഭരണം നടപ്പിലാക്കി. എന്താണ് ദ്വിഭരണം എന്ന് പറയുന്നത്? ഒരേ സമയം രണ്ടുപേർ ഭരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താണ്? ബ്രിട്ടീഷുകാർ കയ്യിലുള്ള ഭരണം വരുന്നത്. എന്നാൽ നവാബുകൾക്ക് നികുതി പിരിക്കാനുള്ള ജനങ്ങൾ നികുതി പിരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അപ്പൊ അതാണ് അവിടെ ദ്വിഭരണം ഉദ്ദേശിക്കുന്നത്. ബംഗാൾ ദ്വിഭരണം നടത്തിയ ബ്രിട്ടീഷ് ഗവർണർ ആണെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണ്. 1765 ബംഗാൾ ദ്വിഭരണം നടത്തിയെന്ന് മനസ്സിലാക്കി വയ്ക്കും. ഇനി അപ്പൊ എന്നാണ് ബംഗാൾ ദ്വിഭരണം നടത്തിയത്? 1765. അത് നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരാ? റോബർട്ട് ക്ലൈവ് അല്ലെ. ഇനി മനസ്സിലാക്കേണ്ടത് അഴിമതി ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തെ പാർലമെന്റിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അദ്ദേഹം അതിനാൽ ആത്മഹത്യ ചെയ്തു. അപ്പൊ ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ആരാണ്? ബ്രിട്ടീഷ് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവ് ആണെന്ന് ഓർത്തു വയ്ക്കണം കേട്ടോ.
അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്ത് 1774 കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് റോബർട്ട് ക്ലൈവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ്? ഒന്നാമത് മനസ്സിലാക്കി എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. ഈ മനസ്സിലാക്കിയത് ബ്രിട്ടീഷിലെ ബാബർ എന്നാണ് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കുക അല്ലെ. ബ്രിട്ടീഷിന്റെ ബാബർ എന്ന് വിശേഷിപ്പിക്കേണ്ടത് റോബർട്ട് ക്ലൈവിനെയാണ്. ഇനി മനസ്സിലാക്കി അടുത്ത പോയിന്റ് എന്താണ്? അദ്ദേഹമാണ് സിറാജുദ്ദൗളയുമായിട്ട് പ്ലാസി യുദ്ധത്തിൽ ഏർപ്പെട്ടത്. പ്ലാസി യുദ്ധത്തിൽ ഏർപ്പെട്ട 1757 ജൂൺ 23-നാണ്. ഇനി അദ്ദേഹം അതുപോലെ തന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് റോബർട്ട് ക്ലൈവ് ബന്ധപ്പെട്ടതാണ് അലഹബാദ് പാക്ട് അല്ലെ. അലഹബാദ് പാക്ട് റോബർട്ട് ക്ലൈവ് ബന്ധപ്പെട്ടതാണ്. അതുപോലെ രണ്ടാം കർണാടിക് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തതും ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. രണ്ടാം കർണാടിക് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് റോബർട്ട് ക്ലൈവ് ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് റോബർട്ട് ക്ലൈവിനെ എന്താണ് സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് വിശേഷിപ്പിക്കപ്പെട്ടു. എന്താണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റ് ആണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ റോബർട്ട് ക്ലൈവ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ബംഗാൾ ദ്വിഭരണം നടത്തിയത്. ബംഗാൾ ദ്വിഭരണം നടത്തിയ ഗവർണർ ജനറൽ ഗവർണർ ജനറൽ അല്ല, ബംഗാൾ ദ്വിഭരണം നടത്തിയ ഗവർണറാണ്, ബ്രിട്ടീഷ് ഗവർണർ ആണെങ്കിൽ ബംഗാൾ ഗവർണർ ആണ് റോബർട്ട് ക്ലൈവ് ആണ്. 1865 കൂടെ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്തു അല്ലെ. 1774 അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പം എന്താണ് ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണർ ബ്രിട്ടീഷ് ഗവർണർ ചോദ്യം ചോദിച്ചാൽ ആര് തന്നെയാണ് ഉത്തരം? റോബർട്ട് ക്ലൈവ് എന്ന് ഓർത്ത് വെക്കും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഗവർണറാണ് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പൊ വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കാം? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിതനായ ആദ്യ ഗവർണറാണ് വാറൻ ഹേസ്റ്റിങ്സ്. അപ്പൊ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാൾ നിയമിതനായ ആദ്യ ഗവർണർ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏതാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട്. ആ ആക്ട് പ്രകാരം ബംഗാളിൽ നിയമിത ആദ്യ ഗവർണർ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിതരായ ആദ്യ ബംഗാളിലെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത് പിറ്റ്സിന്റെ ആക്ട്, അതായത് 1784 പിറ്റ്സിന്റെ ആക്ട് പാസ്സാക്കപ്പെട്ട സമയത്ത് ഗവർണർ ജനറൽ. 1784 പിറ്റ്സിന്റെ ആക്ട് സ്ഥാപിക്കപ്പെട്ട സമയത്ത് ഗവർണർ ജനറൽ ആരാണ് ചോദിച്ചത്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഓർത്തിക്കുക, അത് ഒന്നാമത്തെ പോയിന്റ് ആണ്. പിറ്റ്സിന്റെ ആക്ട് 1784 പാസ്സാക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അടുത്തത് മനസ്സിലാക്കേണ്ടത് വാറൻ ഹേസ്റ്റിങ്സിന്റെ 2 പോയിന്റ് എന്നാണ് മനസ്സിലാക്കിയത്. എന്തൊക്കെയാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിത ആദ്യ ബംഗാൾ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ്. അതുപോലെ പിറ്റ്സിന്റെ ആക്ട് 1784 നിലവിൽ വന്ന സമയത്ത് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണെന്ന് ഓർത്തു വയ്ക്കും. അടുത്തത് ചാൾസ് വിക്കിൻസ് എഴുതിയ ഭഗവത്ഗീത ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയ വ്യക്തിയാണ്. അപ്പൊ ചാൾസ് വിക്കിൻസ് രചിച്ച ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയത് ആരെന്ന് വെച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ്. അപ്പൊ ചാൾസ് വിക്കിൻസ് ആണ് എന്താണ് ഈ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമ രചിച്ചത്. ആ ചാൾസ് വിൽക്കിൻസിന് ഭഗവത്ഗീത ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം നൽകി എഴുതിയത് ആരാണെന്ന് വെച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അടുത്ത് മനസ്സിലാക്കേണ്ടത് ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി ബംഗാൾ വിഭരണം നടത്തിയത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് അല്ലെ. എന്നാൽ ബംഗാൾ വിഭരണം റദ്ദ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പൊ ചാൾസ് വിക്കിൻസൺസ് എഴുതിയ ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് ഭഗവത്ഗീത എഴുതി അത് തർജ്ജമ ചെയ്ത സമയത്ത് അതിന് ആമുഖം എഴുതിയപ്പോൾ ചാൾസ് വിക്കിൻസ് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത സമയത്ത് അതിന് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് വിധേയമായ ആദ്യം മനസ്സിലാക്കേണ്ടത് ചാൾസ് വിൽക്കിൻസൺസ് എഴുതിയ ഭഗവത്ഗീത തർജ്ജമയ്ക്ക് ആമുഖം തയ്യാറാക്കിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ചാൾസ് വിൽക്കിൻസൺസ് എഴുതിയ ഭഗവത്ഗീത തർജ്ജമയ്ക്ക് ആമുഖം തയ്യാറാക്കിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി വാറൻ ഹേസ്റ്റിങ്സ് വെച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റ് ഏതാണ്? ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ. ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ബംഗാൾ വിഭരണം നടപ്പിലാക്കിയതാണ് റോബർട്ട് ക്ലൈവ് 1765 അല്ലെ. എന്നാൽ ബംഗാൾ വിഭരണം റദ്ദ് ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1772 മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് ബംഗാൾ വിഭരണം റദ്ദ് ചെയ്ത ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1772 ഈ മനസ്സിലാക്കേണ്ടത് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ആദ്യ വ്യക്തിയാണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ് അല്ലെ. ഇതിന് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഇതിൽ ആദ്യത്തെ സുപ്രീം കോടതി നിലവിൽ വന്നത്. അപ്പൊ 1774 കൊൽക്കട്ടയിലാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. അപ്പൊ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നു. ഇവിടെയാണ് കൽക്കട്ടയിൽ 1774 ഇനി ഈ കൽക്കട്ടയിലെ സുപ്രീം കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സർ എലിജ എംബെ ആണ്. അപ്പൊ കൽക്കട്ടയിലെ സുപ്രീം കോടതി ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സർ എലിജ എംബെ ആണ്. ഓർത്തു വെക്കണേ. അടുത്തത് അതുപോലെ തന്നെ
മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റ് എന്താണ്? വാറൻ ഹേസ്റ്റിംഗ്സിന്റെ സഹായത്താൽ സർ വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കപ്പെട്ടു അല്ലെ. സർ വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. ആരുടെ സഹായത്തോടെയാണ്? വാറൻ ഹേസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആര് സ്ഥാപിച്ചത്? വില്യം ജോൺസ് സ്ഥാപിച്ചത്. ഏത് വർഷമാണ്? 1784. അപ്പൊ 1784 എന്ത് സ്ഥാപിക്കുന്നത്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത് വില്യം ജോൺസ് ആണ്. ആരുടെ സഹായത്താൽ? വാറൻ ഹേസ്റ്റിന്റെ സഹായത്താലാണ്. 1784 പോയിന്റ് മനസ്സിലാക്കി വെക്കാം. ഇനി ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറലായി പ്രവർത്തിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാളിൽ ഗവർണർ ജനറൽ പ്രവർത്തിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. വാറൻ ഹേസ്റ്റിംഗ്സിനെ കുറിച്ച് എന്തൊക്കെ കാര്യം മനസ്സിലാക്കി? ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് അല്ലെ. അതുപോലെ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിക്കുന്ന ആദ്യ ബംഗാൾ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ഇനി വാറൻ ഹേസ്റ്റിംഗ്സിന്റെ മറ്റു സവിശേഷത എന്തൊക്കെയാണ്? അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പ്രധാന സവിശേഷത ഒന്ന് ഇംപീച്ച്മെന്റ് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ അല്ലെ, അത് വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അതുപോലെ ബംഗാൾ ഭരണം റദ്ദ് ചെയ്ത ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. 1772 ഇനി അതുപോലെ തന്നെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി. ഇന്ത്യയിലെ സുപ്രീം കോടതി റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിലവിൽ വന്നത് കൽക്കട്ടയിലാണ് സ്ഥാപിതമല്ല. 1774 മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാറൻ ഹേസ്റ്റിന്റെ സഹായത്തോടു കൂടി അല്ലെ വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ബംഗാൾ സ്ഥാപിക്കപ്പെട്ടു. അത് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? സർ വില്യം ജോൺസ് ആണ്. വാറൻ ഹേസ്റ്റിന്റെ സഹായത്തോടു കൂടി 1784 പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഇനി ഏറ്റവും കൂടുതൽ കാലം ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിംഗ്സ്. ഏറ്റവും കൂടുതൽ കാലം ബംഗാൾ ഗവർണർ ജനറൽ വ്യക്തി ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. അപ്പൊ നമ്മൾ ഗവർണർ ജനറൽമാരെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു ടോപ്പിക്കെ കാണാൻ അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു.